കുട്ടിയും പത്തല പുട്ടിയും പത്തല മത്തലാടാടേ സുത്ത മത്തലാടാടേ. നമ്മൾ ചത്തോന്ന് പോലും നോക്കിയില്ല. പട്ടിയുടെ വിലയാണ് വന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ലാസ്റ്റത്തെ പത്തല വീഡിയോക്കകത്ത് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു സൗണ്ടിന് പ്രോബ്ലം ഉണ്ടെന്ന്. അത് ആക്ച്വലി സൗണ്ടിന് പ്രോബ്ലം വന്നതല്ല, പത്തല വെച്ച് അർമാദിക്ക് ആ പാട്ടിന് കോപ്പിറൈറ്റ് അടിച്ചിട്ട് യൂട്യൂബ് ആ സോങ് കട്ട് ചെയ്തായിരുന്നു. അപ്പൊ ആ കട്ട് ചെയ്തതിന്റെ കൂട്ടത്തിൽ വെളിവില്ലാത്ത യൂട്യൂബുകാർ എന്റെ കുറച്ച് സൗണ്ട് കൂടെ കട്ട് ചെയ്തങ്ങ് മാറ്റി. അതാണ് സംഭവിച്ചത്. അത് യൂട്യൂബ് നമുക്കൊന്ന് ഒരു ഒന്നാം തരം ചതിയായി പോയി. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. നമ്മുടെ മിക്ക വീഡിയോസിൽ ഇപ്പൊ ഒരേ പാറ്റേണിലുള്ള കുറെ കമന്റ്സ് വരുന്നുണ്ട്. എന്തുവാടേ ഇത്? എല്ലാ വീഡിയോയിലും ഇങ്ങനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് ശരിയാണോ? ആഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോയിലല്ലേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് എന്തായാലും കുഴപ്പമില്ല, ഈ വീഡിയോക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതും സാധാരണ കണ്ടുവരാത്തൊരു വെറൈറ്റി സാധനം. പട്ടിയുടെ വിലയാണ് വന്നത്. അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുമ്പ് CID മൂസയ്ക്കകത്ത് തല മുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നോ എന്ന് ചോദിക്കുന്ന ഒരു സീൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് കാണുമായിരിക്കും. കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോ ഇവിടെ കൊടുത്തേക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ പോയിരിക്കുമ്പോ ഫ്രൈസ് മഴ പെയ്താലോ? അതും തിന്നേന്റെ ബാക്കി. ഇപ്പൊ ചിലപ്പോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമായിരിക്കും, അയ്യോ പാവം വീണു, വല്ലതും പറ്റി കാണുമായിരിക്കും, എന്തെങ്കിലും വേദന ഉണ്ടായിരിക്കും, വിഷമം ഉള്ള കാരണമായിരിക്കും, വീണെ ബാലൻസ് തെറ്റിപ്പോയതായിരിക്കും എന്നൊക്കെ നിങ്ങൾ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്ന കാണുമായിരിക്കും. എന്നാൽ ഇത് അയാളുടെ സ്ഥിരം പരിപാടിയാണല്ലോ. യെസ്, ഇത് അയാളുടെ സ്ഥിരം പരിപാടിയാണ്. എവിടെയെങ്കിലും പോയിരിക്കുക, ആടുക, എന്നിട്ട് മറിഞ്ഞു വീഴുക. വരുന്നു, ഇരിക്കുന്നു, ആടുന്നു, വീഴുന്നു. വരുന്നു, ഇരിക്കുന്നു, ആടുന്നു, വീഴുന്നു. വരുന്നു, ഇരിക്കുന്നു, ആടുന്നു, വീഴുന്നു. വരുന്നു, ഇരിക്കുന്നു, ആടുന്നു, വീഴുന്നു. പക്ഷെ വീഴുമ്പോ ഉള്ള പുള്ളിയുടെ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ മോനെ വീണോ, വല്ലതും പറ്റിയോ, കുട്ടന് വേദനിച്ചോ, അമ്മച്ചി തിരുമ്മി തരണോ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞതേ ഇതാണ്. നമ്മൾ ചത്തോന്ന് പോലും നോക്കിയില്ല. പട്ടിയുടെ വിലയാണ് വന്നത്. ആഹാ, ആരിത്? കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡയലോഗുമായിട്ട് വന്നല്ലോ. എവിടായിരുന്നു? അപ്പൊ നമുക്കറിയാം, നിങ്ങൾ നമ്മുടെ തമ്മിലൊക്കെ കണ്ടിട്ടാണ് വന്നത്. പക്ഷെ നിങ്ങൾ പറ്റിച്ചാണ്. അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ യൂട്യൂബ് നിർത്തത്തില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇതൊക്കെ നോക്കുമ്പോ കൊറേ പേരിങ്ങനെ നമ്മള് ഇപ്പൊ വീഡിയോ ഇടാറില്ലേ, നിങ്ങൾ എവിടെ പോയി? ഇവരിങ്ങനൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇവര് വീഡിയോ ഇടാതിരുന്നപ്പോ ഇവരെ കുറെ പേര് മിസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറയുന്നത്. നമ്മൾ ചത്തോന്ന് പോലും നോക്കിയില്ല. പറഞ്ഞത് പോയിന്റ്. പട്ടിയുടെ വിലയാണ് വന്നത്. ഈ പട്ടിയുടെ വില എന്നൊക്കെ പറയുമ്പോ അതിച്ചിരി കൂടുതലല്ലേ? അതെ, കൂടുതലാണ്. കുറച്ചുകൂടെ താത്തിപ്പിടി. നമുക്ക് നമ്മൾ ഈ വീഡിയോ ഇടാത്തോണ്ട് കൊറേ പേര് മെസ്സേജ് ഇട്ട്, അത് മതി, അങ്ങനെ പറഞ്ഞാ മതി. അതാകുമ്പോ എല്ലാരും വിശ്വസിക്കുമല്ലോ. നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലാത്തോണ്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോസും വന്നു. ആഹാ, അത് ശരി, കൊറേ പേരിട്ടായിരുന്നല്ലേ. ആ കാര്യമായിരിക്കും നേരത്തെ ഗാഥ പറഞ്ഞത്. ഒരു മെസ്സേജ് പോലും വന്നില്ല. ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോസും വന്നു. ഇതിലിപ്പോ ഏതാ സത്യം, ഏതാ ഞങ്ങൾ വിശ്വസിക്കേണ്ടേ? നിങ്ങൾ പറ. നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ വിശ്വസിക്കാം. അങ്ങനെ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഒന്നും മതിയടേ, പറഞ്ഞു ഇനി ചളവാക്കണ്ട, നിർത്ത്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.
ഒരു പെണ്ണ് വരുന്നു, മൂലത്തിൽ ഒരു ടേപ്പ് ഇട്ടിരിക്കുന്നു, നേരെ നോട്ടുകൾ നിരത്തി വെച്ചിരിക്കുന്ന സോഫയിലേക്ക് ഇരിക്കുന്നു. എണീക്കുമ്പോൾ ടേപ്പ് നിറയെ നോട്ടുകൾ. ഒട്ടിപ്പിടിച്ച നോട്ടിന്റെ പുറത്തോട്ട് വേറൊരു പാൻറ്റൂടെ കയറ്റിയിട്ടിട്ട് നോട്ട് നിരത്തി വെച്ചവനെ കബളിപ്പിച്ച് അവള് രക്ഷപ്പെടുന്നു. വാവ്, അയ്യോ നീ ഭയങ്കരമായ ബുദ്ധിശാലി. ഇത്രയും ബുദ്ധിയുള്ളതുകൊണ്ട് തുളഞ്ഞ പാൻറ് ഇട്ടുകൊണ്ട് നടക്കണ്ട കേട്ടോ. ചിലപ്പോ ബുദ്ധി ചോർന്ന് നോട്ട് നനിയും. അതുകൊണ്ട് അമ്മച്ചിമാരൊക്കെ അടുക്കിട്ട് മുണ്ടെടുക്കുന്ന പോലെ പാൻറിന്റെ പുറകിൽ ഒരു നോട്ട് കൊടിയും പിടിച്ചു നിന്നിട്ടും തിരിച്ചും മറിച്ചും നോക്കിയിട്ടും അവൻ കണ്ടില്ല. എന്താണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന എന്തുവാടെ ഇത്? അഭിനയിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇത്രയ്ക്ക് അങ്ങോട്ട് അഭിനയിച്ച് തള്ളാതെ നാട്ടുകാരങ്ങ് വിശ്വസിച്ചു പോകും. അപ്പൊ ഇതുപോലെയുള്ള എത്ര വീഡിയോസ് ഇറങ്ങുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈയും കണക്കൂല എത്ര ഇറങ്ങുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ. ഞാൻ ഇതുപോലെ തന്നെ ഒരു ലോജിക്കും ഇല്ലാത്ത വേറൊരെണ്ണോടെ കാണിച്ചു തരാം. രണ്ടുപേര് നടന്നു വരുന്നു. ഒരു പെണ്ണ് വന്ന് അഡ്രസ്സ് ചോദിക്കുന്നു. ഉടനെ അടുത്ത് നിൽക്കുന്നവന്റെ കയ്യിൽ നിന്ന് എന്തോ മേടിച്ചോണ്ട് പോകുന്നു. അവൻ ആക്ഷൻ കാണിക്കുന്നു, ഫോൺ തട്ടിപ്പറിച്ചോണ്ട് പോയെന്ന്. മറ്റവൻ പോയി പോക്കറ്റ് തപ്പുന്നു. ഉടനെ അവൻ എന്തോ എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിച്ചു കാണും അവന്റെ കയ്യിൽ നിന്ന് ഫോണാണ് തട്ടിപ്പറിച്ചോണ്ട് പോയെന്ന്. എന്നാ നിങ്ങൾക്ക് തെറ്റി. ഈ ചീക്കട്ട മൊബൈൽ കവർ കൊണ്ട് പോയിട്ട് അവൻ എന്നെ കാണിക്കാനെന്നുള്ള കാര്യം എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ ഇവന്മാരുടെ കഥയിലെ മെയിൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതിനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അവൻ പെണ്ണിന്റെ കയ്യിൽ പോയി തപ്പുന്നു. ഫോൺ എന്തിയെന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് പറയുന്നു. അവൻ തിരിച്ചു വരുന്നു. പോക്കറ്റിൽ കൈയിട്ട് 2 ഐഫോൺ എടുക്കുന്നു. രണ്ടുപേരും ഓരോന്ന് വെച്ചെടുക്കുന്നു. ഉയ്യോ ഭയങ്കരമായ ആള് കണ്ടില്ലേ, മാസമായിട്ട് 2 മൊബൈലൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് വരുന്നേ എന്നായിരിക്കും അല്ലേ നിങ്ങൾ ഇപ്പൊ മനസ്സിൽ ആലോചിക്കുന്നത്. എന്നാ നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ പറഞ്ഞുതരാം. വീഡിയോ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അവന്റെ ആ പോക്കറ്റ് ശ്രദ്ധിച്ചായിരുന്നോ? അതായത് അവൻ ആ 2 മൊബൈൽ എടുക്കുന്ന പോക്കറ്റ്. എന്താ മോനെ പോക്കറ്റ് കിടക്കുന്നേ? ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. അവൻ വന്ന് കവർ മേടിച്ചോണ്ട് പോകുന്നു മുൻകൂട്ടി കണ്ട് അവരുടെ 2 പേരുടെ പോക്കറ്റ് അടിച്ച് 2 ഫോണുമായിട്ട് വന്ന ഇവന്റെ ബുദ്ധി ചണച്ചാക്കി പൊതിഞ്ഞ് പച്ചച്ചാണത്തി മുക്കി ഉണക്കി സൂക്ഷിക്കണം. കാരണം റേർ ഐറ്റമാ, ഒരെണ്ണേ കാണത്തുള്ളൂ. ചാണകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനി നമുക്ക് നല്ല പച്ചച്ചാണകവും ജൈവവളവും ഇട്ട് മുളപ്പിച്ചൊരു കൊല വെട്ടിയാലോ? കുറച്ച് അഡ്വഞ്ചറസ് ഐറ്റമാ, ശ്രദ്ധിച്ചിരുന്ന് കാണണം. ഓക്കെ അമ്മച്ചി, ഏണിയെ ശരിക്ക് പിടിച്ചോണം, വീഴാൻ സാധ്യതയുണ്ട്. ഏണിക്ക് ബാലൻസ് കുറവാ. അമ്മച്ചി ഏണിയെ ശരിക്ക് പിടിക്കുക. ഏണിന്ന് കൈവിടല്ലേ, ഏണിയെ ശരിക്ക് പിടിക്കുക. വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കൊല താഴെ വരും. ഭാഗ്യം ഏണി മറിഞ്ഞില്ല. നല്ല 1-ാം തരം വീഴ്ചയായിരുന്നു. പഴം ചതഞ്ഞില്ലെങ്കിൽ ഭാഗ്യം. പിന്നെ പച്ചയായതുകൊണ്ട് അധികം ചതഞ്ഞ് കാണത്തില്ലായിരിക്കും അല്ലേ? പഴുത്തതെങ്ങാനും ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ അരഞ്ഞു പോയേനെ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്നാ ഹൈറ്റിൽ നിന്നാ വീണത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ തവണ പത്തലക്കല്ലേ കോപ്പിറൈറ്റ് കിട്ടിയത്. അപ്പൊ നമുക്ക് അതിന്റെ തന്നെ ഒരു നോൺ കോപ്പിറൈറ്റഡ് ഓൺ വോയിസ് വെർഷൻ കാണാം. பத்தல குட்டியும் பத்தல புட்டியும் பத்தல மத்தலாடுறாடே சுத்த மத்தலாடுறாடே. குத்துல கொம்மா பெத்த புள்ள நீ சத்துரு வடாடே நீ உதார் விடாதே. എന്തായാലും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെയും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അവരും നല്ല ഉയരങ്ങളിലൊക്കെ എത്തട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് കറണ്ട് പോയി കഴിച്ചു. ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് ഇവിടെ കറണ്ട് പോകുന്നത്. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ഇതിനകത്ത് നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ബൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, അത് തരണം.